mind, ready to explore right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight, we will fly above the sky. We are heroes tonight, yeah. We are heroes tonight, we will fly above the sky. We are heroes tonight, yeah. Town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. With crimson secrets and forbidden bliss, can't stay still, don't stop that thrill. Like bones crave your skin, temptation within, mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
set my heart on fire. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ GOC Pro ലീഗിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് വേക്കൻറ്റി മാപ്പിലാണ് നമ്മുടെ ഇന്നത്തെ റൂം നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലോട്ട് നമ്പർ 2 അവിടെ ഇരിക്കുന്നത് ടെററിലെ മെമ്പേഴ്സ് ആണ്. ടെറർ സ്റ്റുവർട്ട്, AK ഫേസ് ആൻഡ് ടെറർ AK ആണ് കയറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആഷസിലെ മെമ്പേഴ്സൊക്കെ അവിടെ കയറി വരുന്നു. അതുപോലെ HCN ടീം മെമ്പേഴ്സ് ബീസ്റ്റ് ആൻഡ് ടെറർ അവിടെ കയറിയിട്ടുണ്ട്. ആഷസ് SR അവിടെ കയറി വരുന്നുണ്ട്. ടൈറൻസിന് വേണ്ടി അവിടെ ഗോഡ് ആൻഡ് സ്ലെയർ സാവേജ് എല്ലാം കയറിയിട്ടുണ്ട്. വാർഗോഡ് ടീമിന് വേണ്ടി അവിടെ ലെവൻഡർ, സാംസൺ, കിൽറാറ്റ് ആൻഡ് സ്റ്റാഷ് അവിടെ കയറിയിരിക്കുന്നത്. ETS ടീമിന് വേണ്ടി ബഗ്, ആക്വാമാൻ ആൻഡ് കില്ലർ കിങ് അവിടെ കയറിയിട്ടുണ്ട്. ഏസൻ ടീമിന് വേണ്ടി ആട്ടെ റോബിൻ കയറിയിട്ടുണ്ട്. ബാബ OP, നിഞ്ച ആൻഡ് ടെൻജാൻ കയറിയിട്ടുണ്ട്. ഫിനിക്സ് ടീമിന് വേണ്ടി അവിടെ ഫിനിക്സ്, നോവ, കില്ലർ, മേസ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഗോർ ടീമിന് വേണ്ടി HNS, പോസിഡോൺ, സ്പാർട്ടൻ ആൻഡ് നമ്മുടെ ഗോറിലെ വേറൊരു മെമ്പർ കൂടെ കയറിയിട്ടുണ്ട്. ഗാസ്ട്രോ.
യാസ്ട്രോ എക്സിക്യൂട്ട് ഒ പി, നെക്സ്റ്റ് ബോൾട്ട് വിജേത, നെക്സ്റ്റ് ബോൾട്ട് ബേബി എന്നിവരാണ് നെക്സ്റ്റ് ബോൾട്ട് ടീമിന് വേണ്ടി കയറിക്കുന്നത്. G3 ടീമിന് വേണ്ടി താനോസ്, ഹെക്സ്, സുസാം ആൻഡ് G3 ഡാർക്ക് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ സ്ലോട്ട് നമ്പർ 14 അവിടെ GOCക്ക് വേണ്ടി അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ. അപ്പോൾ GOC ടീമിന് വേണ്ടി അവിടെ GOC, ലിയനാർഡോ, ബ്രിട്ടോ, കില്ലറുകൾ എല്ലാം കയറിയിട്ടുണ്ട്. ഏജന്റ് കില്ലറും ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ റാങ്കോ ടീമിന് വേണ്ടി അവർ ബ്രാവോ, ജെനസിസ്, റാങ്കോ, ചാർലി ആൻഡ് ആൽഫ കയറിയപ്പോൾ MI ടീമിന് വേണ്ടി MI, ഡീബൂസ്, ആഡ് തോമസ്, കെയർക്രോ ആൻഡ് റോയൽ ഹണ്ടർ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെഡ്ലി ടീമിന് വേണ്ടി ഡെഡ്ലി വിഷൻ, ഡെഡ്ലി സോനു, സോറോ ആൻഡ് ഡെവിൽ കയറിയപ്പോൾ നമ്മുടെ FX ടീമിന് വേണ്ടി ഗോസ്റ്റ്, ജോക്കർ ആൻഡ് ആൽഫയാണ് കയറിയിരിക്കുന്നത്. NSG ടീമിന് വേണ്ടി ബിലാൽ, ഷമി, ഹീറോയ, NSG പ്രിൻസ്, തിയോസ് ഗെയിമിങ്ങിന് വേണ്ടി സിയൂസ്, തോർ, ഹേഡീസ് ആൻഡ് ക്രേറ്റോസ് ആണ് കയറിയിരിക്കുന്നത്. അതേമാതിരി മാറ്റ് ടീമിന് വേണ്ടി ട്രോക്ക്, പിക്കാസു മാറ്റ് ആൻഡ് സൈക്കോ മാറ്റ്, ബിഗ് മാറ്റ് എന്നിവരാണ് മാറ്റ് ടീമിന് വേണ്ടി അവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സിനെ എല്ലാം നിങ്ങൾ കണ്ടു. സ്റ്റാക്സ് മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. സ്റ്റാക്സിലെ ഹെൽസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് താമസമൊന്നുമില്ല അതിനകത്തിൽ. അപ്പോൾ എന്തായാലും സെറ്റായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്ക് എന്തായാലും തുടങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പോൾ നമ്മുടെ GOCയുടെ പ്രോ ലീഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോ ലീഗിൽ ഇന്നത്തെ മേ ബി ലാസ്റ്റ് ഡേ ആണ് മാച്ചിൽ. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ എന്തോരം ടീംസ് ഉണ്ട്? 68 മെമ്പേഴ്സാണ് കയറിയിരിക്കുന്നത്. സ്ലോട്ട് നമ്പർ 1 HGN മെമ്പേഴ്സ്, സ്ലോട്ട് നമ്പർ 2 ടെറർ മെമ്പേഴ്സ്, സ്ലോട്ട് നമ്പർ 3 ടയറൻസിലെ മെമ്പേഴ്സ്, വാർഗോഡ് മെമ്പേഴ്സ് അറ്റ് സ്ലോട്ട് നമ്പർ 4, ETS ടീം അറ്റ് സ്ലോട്ട് നമ്പർ 5, ASN at slot number 6, PMICS at slot number 9, GOR team at slot number 10 and our next ball team at slot number 11. Z3 team is occupied by Z3 team occupied slot number 12 and GOC team at slot number 14, Rango team at slot number 15, MI team at slot number 16, Deadly at 17 and FX team at 22, NSG at 23, Theos team at 24 and Matt team at 25. സോ അതാണ് നമ്മുടെ സ്റ്റാൻഡിങ്സ് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ടർ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കോസ്മോഡ്രോമിന് മുകളിലായിട്ട് വൈനറിയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് കാണാൻ പോകുന്ന ഒരുമാതിരി വൃത്തികെട്ട മാപ്പാണ് ഇത്. എന്തായാലും നമ്മുടെ പകുതി സോൺ വെള്ളത്തിലായിരിക്കും മിക്കവാറും കാണാൻ പോകുന്നത്. അപ്പം പതിവിലും വിപരീതമായിട്ട് വല്ലതും നടക്കുമോ എന്നുള്ളത് നോക്കാം. അപ്പം ബാക്കി പതിവ് പോലെ എന്തെങ്കിലും ഫൈറ്റുകളൊക്കെ എന്തായാലും നല്ല മനോഹരമായിട്ട് തന്നെ കാണും. അപ്പോൾ നല്ല കട്ട ടീംസൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റ് ടീം 2-3 ദിവസം കൊണ്ട് ചിക്കൻ ഡിന്നറൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ മാറ്റ് ടീം ഇന്നും ക്ലച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കാം. NSG മെമ്പേഴ്സ് അവിടെ എന്തായാലും ഒരു ജമ്പ് എടുത്തിട്ടുണ്ട്. റിവോണ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ബോൾ ടീം അവിടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. കോൾമൈൻ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ നമ്മുടെ സ്ലോട്ട് നമ്പർ 2 ടെറർ ടീം അവിടെ പെഷോക്ക ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. GOC ടീം അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. വാർഗോഡ് മെമ്പേഴ്സ് അവിടെ ചെന്നിട്ടുണ്ട്. ഡെഡ്ലി മെമ്പേഴ്സ് അവിടെ ചെന്നിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. സിയൂസ് ഒക്കെ അവിടെ കയറിയിട്ടുണ്ട്. FXലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. ETS മെമ്പേഴ്സ്, ഗോർ ടീം ആൻഡ് ടൈറൻസ് മെമ്പേഴ്സ് എല്ലാം അവിടെ ചാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫൈറ്റ് തന്നെ അവിടെ കാണാൻ സാധിക്കും. മാറ്റിലെ മെമ്പേഴ്സ്, മാറ്റ് ടോർക്ക് അവിടെ ഹോട്ട് സ്പ്രിംഗ് ഏരിയ, അത് വോൾനോവോ ഏരിയയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെഡോസ്റ്റോ ഏരിയയിൽ അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. കാരണം റാങ്കോ ടീമാണ് അവിടെ ഇറങ്ങിയേക്കുന്നത്. റാങ്കോ ടീമിൻ്റെ ഒപ്പം തന്നെ വേറെ ടീമും പോകുന്നുണ്ട്. വാർഗോഡ് ടീമിന് ഒപ്പം തന്നെ ഫിനിക്സിലെ മെമ്പേഴ്സും പോകുന്നുണ്ട്. അപ്പോൾ റാങ്കോ ടീമിനെ നോക്കുവാണെങ്കിൽ 3 മെമ്പേഴ്സോളം ഏകദേശം ഉണ്ട്. റാങ്കോ ആൽഫ ആദ്യം തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട് ഒരു മെമ്പറിനെ. അപ്പോൾ റാങ്കോ ആൽഫ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അവിടെ ഷോട്ട് ഗൺ വെച്ചൊക്കെ പൂശിയാണ്. അവിടെ ASNലെ മെമ്പേഴ്സിനെ ആയിരുന്നു. റാങ്കോ, ജെനസിസ്, ASNലെ ബാബ ഒപ്പിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജെനസിസ് എന്തായാലും കയറി ചെല്ലുകയാണ്. വന്ന പാടെ തന്നെ ഓരോ ആൾക്കാരെ അവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഖച്ചം പുച്ഛം വെട്ടിക്കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാങ്കോ ജെനസിസ് അവിടെ 2ാമത്തെ മെമ്പറിനെ കൂടെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ASNലെ മെമ്പേഴ്സൊക്കെ എവിടെ നിന്ന് നോക്കാം നമുക്ക്. റാങ്കോ ടീമിനെ നോക്കുകയാണെങ്കിൽ ASN, ടെൻജാൻ ആൻഡ് റോബിൻ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആൽഫ ആൻഡ് ചാർലിയുടെ അടുത്ത് തന്നെ ഉണ്ട്. അവരവിടെ ദൂരെ കൂടി മാഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. വാർഗോഡ് SGN ടീമിൽ അടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. വാർഗോഡിലെ ലെവൻഡറൊക്കെ നോക്കാം. ലെവൻഡറൊക്കെ അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. സാംസൺ ആണെന്ന് തോന്നുന്നു ഫസ്റ്റിലെ ഡാമേജ് കൊടുത്തത്. സാംസൺ അവിടെ SGN ബീസിനെ അവിടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ബീസ്റ്റ് അവിടെ ഇൻസ്റ്റൻ്റ്ലി ഫിനിഷും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ വലിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കാം. ആഷസ് SR ഇപ്പോഴും അവിടെ ഓടി നടക്കുന്നുള്ളൂ. SGNലെ ബാക്കി മെമ്പേഴ്സ് ഓടി നടക്കുന്നു. അപ്പോൾ കിൽ റൈറ്റിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഫിനിക്സിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനിക്സ് വേഴ്സ് വാർഗോഡ് വേഴ്സ് നമ്മുടെ SGN നടക്കാൻ പോകുന്നത്. അപ്പോൾ SGNലെ മെമ്പേഴ്സ് ടെററൊക്കെ അവിടെ നല്ല ഫൈറ്റ് തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഡെഡ്ലി സീറോനെയൊക്കെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഫൈറ്റ് എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ സ്നൈപ്പറിൻ്റെ അടുത്തേക്ക് കിൽ റൈറ്റൊക്കെ അവിടെ ഓടി എത്തുന്നുണ്ട്. സ്നൈപ്പർ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. IS റോബിൻ അവിടെ റാങ്കോ ആൽഫനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ടീമിലുമായിട്ടുള്ള അവിടെ ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ റോബിൻ അവിടെ ഇപ്പോഴും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റാങ്കോ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക്. ASലെ തെഞ്ചാനെ നോക്കുകയാണെങ്കിൽ തെഞ്ചാൻ മാത്രമേ ഉള്ളൂ ഇനി ശേഷിക്കുന്നത്. തെഞ്ചാൻ ഒറ്റയ്ക്ക് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താകും സ്ഥിതി നിർത്തില്ല. റാങ്കോ മെമ്പേഴ്സ് അവിടെ കയറി പുഷ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. തെഞ്ചാൻ ഇതേ സമയം അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സമയം സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് തന്നെ പോകാം. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു കവറിങ് കിട്ടുക. വാർഗോഡ് കിൽ റൈറ്റൊക്കെ ഇപ്പോഴും ഓടി നടക്കുന്നേ ഉള്ളൂ. അവിടെ ബൈസൺ PP ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ടെററിലെ SGN അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലെവൻഡർ അവിടെ സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു. സാംസൺ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്നൈപ്പർ ആഷസ് SRനെയൊക്കെ ഡൗൺ ചെയ്ത് വാർഗോഡ് സ്നൈപ്പറിനെ അവിടെ എന്തായാലും ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ബാക്കി മെമ്പേഴ്സ് അവിടെ പുഷ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ സ്റ്റാഷൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്റ്റാഷ് ആൻഡ് ലെവൻഡർ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിൽ റൈറ്റ് അവിടെ ഓടി കയറിയിട്ടുണ്ട്. അപ്പോൾ കിൽ റൈറ്റ് അവിടെ അടുത്ത് സ്പോട്ട് ചെയ്യാൻ ആഷസ് SRനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കിൽ റൈറ്റ് എപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കിൽ റൈറ്റിനെ നോക്കുവാണെങ്കിൽ ആഷസ് SR അവിടെ റിവൈവ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ കിൽ റൈറ്റ് കയറിച്ച് പുഷ് ചെയ്യാൻ ചെന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ബാക്കിൽ കൂടെ ടെറർ അവിടെ സ്പോട്ട് ചെയ്ത് നമ്മുടെ കിൽ റൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെറർ മനോഹരമായിട്ട് തന്നെ സ്വീകരിച്ചു. നമ്മുടെ സ്റ്റാഷ് ആണെന്ന് തോന്നുന്നു കയറി ചെല്ലുന്നത്. സ്റ്റാഷ് അവിടെ കയറി ചെല്ലുന്നുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ സ്റ്റാഷ് അവിടെ റിവൈവ് ആക്കാൻ സമ്മതിക്കുന്നില്ലെന്നൊന്ന്. അപ്പോൾ കിൽ റൈറ്റിനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട് ടെറർ. എന്തായാലും അവിടെ ടെറർ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താകുന്നു സീനെന്ന് അറിയത്തില്ല. നമ്മുടെ സാംസണൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. സാംസൺ അവിടെ SGN സ്നൈപ്പറിനെ അവിടെ നല്ല ഡൗൺ ആഷസ് അവിടെ ലെവൻഡറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവൻഡർ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. വാർഗോഡ് സാംസൺ ടെറർ SGN അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. തേർഡ് പാർട്ടി എടുക്കാനുള്ള മാക്സിമം ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ടെററിലെ 2-3 മെമ്പേഴ്സ് ഡൗൺ ആയിക്കൊണ്ട് വാർഗോഡിലെ സാംസൺ അവിടെ ഡൗൺ ആണ്. അപ്പോൾ വാർഗോഡിലെ സ്റ്റാഷ് ആൻഡ് ആഷസ് മാത്രം. അപ്പോൾ രണ്ടുപേരും കയറി പ്ലച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ ഡൗൺ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വാർഗോഡ് സ്റ്റാഷിനെ അവിടെ സ്പോട്ട് ചെയ്ത് ആഷസ് SR ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ടീം അവിടെ ഫിനിഷ് ആയപ്പോൾ ആഷസ് അവിടെ ടെററിനെ റിവൈവ് ചെയ്യാനുള്ള ചെല്ലുകയാണ്. അപ്പോൾ അതുമാതിരി തന്നെ ഫിനിക്സ് ആഷ്ട്രയെ നോക്കാം. ആഷ്ട്ര ഇതെല്ലാം കണ്ടവിടെ നിൽക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും കയറി ചെന്നിട്ടില്ല. അപ്പോൾ ഫിനിക്സ് ഈ അവസരം മുതലെടുത്തിട്ടില്ല. എന്തായാലും അവരവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. തേർഡ് പാർട്ടി ആയ സമയത്ത് അവരെല്ലാം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആഷസ് SR അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും റിവൈവ് ചെയ്തിട്ട് ആഷസ് അവിടെ കയറി ചെല്ലുകയാണ്. ഹെൽമെറ്റും കാര്യങ്ങളും ഒന്നുമില്ല. എക്സ്ബോൾട്ടിലെ മെമ്പേഴ്സ് അവിടെ 0 മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ആഷസ് SR അതുവഴി ഫ്ലാങ്ക് ചെയ്ത് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സിലെ കില്ലറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കില്ലർ എന്തായാലും അവിടെ നിൽക്കുന്നുണ്ട്. കില്ലറൊക്കെ സ്പോട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആഷസ് SRനെ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേമാതിരി SGN ടെറർ അവിടെ ഓടി നടക്കുന്നുണ്ട്. വൈപ്രേട്ട എന്ന് പറയുന്നുണ്ട്. എപെക്സ് ഐക്കോണിക് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഗെയിമിംഗ് അന്യൂസ് ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. ടൈറൻസ് റിപ്പോർട്ടിംഗ് യെസ് ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. കേരള ബോയ് ഫാൻ അവിടെ റാങ്ക് ഉയർ എന്ന് പറയുന്നുണ്ട്. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുവാണെങ്കിൽ അടുത്ത ഫൈറ്റ് നെക്സ്റ്റ് ബോൾട്ട് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഫയറിംഗ് ഒക്കെ നടക്കുന്നത് കണ്ടു. ആശ്രയാന്ന് തോന്നുന്നു. ആശ്രയനെ നോക്കാം. ആശ്രയ അവിടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. മേസ് ആണെന്ന് തോന്നുന്നു. മേസ് അവിടെ M4 വെച്ചുള്ള സ്പ്രേ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക്. ബാക്കി ആശ്രയൊക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആശ്രയനെ അവിടെ സ്പോട്ട് ചെയ്ത് ആഷസ് SR എന്തായാലും അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആശ്ര ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ആകുമെന്ന് തോന്നുന്നു. അതേമാതിരി മേസ് കയറി ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. കില്ലറാന്ന് തോന്നുന്നു അവിടെ കയറി ചെല്ലുന്നത്. കില്ലർ അവിടെ കയറിയിട്ടുണ്ട്. ആശ്രയനെ റിവൈവ് ചെയ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. ടെറർ SGN നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഷസ് SR ഇപ്പോഴും അവിടെ സ്പോട്ട് ചെയ്യുന്നുള്ള സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുനിന്ന് ആഷസ് SR സ്പോട്ട് ചെയ്ത് നമ്മുടെ കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെറർ SGN അവിടെ ഡൗൺ ചെയ്ത് ഫിനിക്സ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. 2 മെമ്പേഴ്സ് ചേർന്ന് മനോഹരമായ ഒരു പോരാട്ടമായിരുന്നു. എന്തായാലും ഫിനിക്സ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തു ടെറർ SGN. അപ്പോൾ നമുക്ക് ഗോറിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഗോർ വേഴ്സ് ETS നടക്കാൻ ചാൻസ് ഉണ്ട്. ഗോറിലെ മെമ്പേഴ്സ് ETSലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഗോർ മെമ്പേഴ്സ് ഓടി ചെല്ലുകയാണ്. ETS അക്വാമാനൊക്കെ ഇതൊക്കെ സ്പോട്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. അതേമാതിരി തന്നെ ടൈറൻസ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. ടൈറൻസിനെ നമുക്ക് കാണിക്കാം. ടൈറൻസ് അവിടെ ഓടി നടക്കുന്നുള്ളൂ. ടെറർ ടീമിനെ കാണിക്കാൻ പറയുന്നുണ്ട്. ടെറർ ടീമിനെ അല്ലേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഓക്കെ സോറി ടെറർ SGNലെ ടെററായിരുന്നു അത്. സോറി നമുക്ക് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. നമുക്ക് ടെറർ ടീമിനെ കാണാം. ടെറർ ടീം അവിടെ പെഷോക്ക ഏരിയയിലാണ് ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡെഡ്ലി സോറോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഗാസ്ട്രോ അവിടെ ഡെഡ്ലി സോറോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടെററിലെ മുമ്പ് സ്റ്റുവർട്ട് എയ്ക്ക് ഒക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെററെ കാണിച്ചത് വേറെ ആയിപ്പോയി. അപ്പോൾ ഡെഡ്ലിയുമായിട്ടുള്ളൊരു ഫൈറ്റ് അവിടെ നടക്കുന്നു. ഡെഡ്ലി ടീം മെമ്പേഴ്സ് എവിടെ? ഡെഡ്ലി യെസ് ഇവിടെ ഡെഡ്ലി ആൻഡ് ടീം നമ്പർ 11 തമ്മിലുള്ള ഫൈറ്റിൽ ഡെഡ്ലിയിലെ സോറോ അവിടെ ഡൗൺ ആണ്. സോറോയുടെ അടുത്തേക്ക് കയറി ചെന്നിട്ട് സോറോനെ അവിടെ
ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ബോൾട്ടിലെ ബോയ് അവിടെ ഡൗൺ ആണ്. ബാക്കി ഡെഡ്ലിയുടെ ഡബിൾ അവിടെ നിൽക്കുന്നുണ്ട്. സോനൂസിൻ്റെ അടുത്തേക്ക് ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി ഗ്യാസ്ട്രോ ഒക്കെ അവിടെ ഓടിച്ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ്ട്രോ അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ സോനൂസിൻ്റെ അടുത്തേക്കും ജിൻസിൻ്റെ അടുത്തേക്കും ഡബിളിൻ്റെ അടുത്തേക്കും കയറി ചെല്ലുന്നത്. ഡബിളിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡബിളിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറേ കൂടെ ഒക്കെ എക്സിക്യൂട്ട് ഓപ്പ് വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ അവരെന്തായാലും മനോഹരമായ ക്ലച്ച് എടുത്തായിരുന്നു. അവരെന്തായാലും ഫിനിഷ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? ഡെഡ്ലി ടീമിനെ ആ ബ്രോ കാണിച്ചത്. ഡെഡ്ലി ടീമിനെ കാണിച്ചപ്പോഴത്തേക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അടുത്ത ഇങ്ങനെ ടീം ഗോറിൻ്റെ അടുത്ത് മാത്രമാണ് അടുത്ത ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഗോറിലെ മുമ്പേഴ്സ് അവിടെ കയറി ചെല്ലാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഗോറിലെ മുമ്പേഴ്സിനെ നോക്കാം നമുക്ക്. GOC അരവിന്ദ് എച്ച് കുമാർ, യെസ് ഓഫ് കോഴ്സ് GOCനെ കാണിക്കാം ബ്രോ. GOC ഇപ്പം ഇവിടെ സേഫായിട്ട് നിൽക്കുകയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. FXലെ മെമ്പേഴ്സിനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ASNലെ മെമ്പേഴ്സ്, നമ്മുടെ ETS മെമ്പേഴ്സിനെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ETS അക്കോമാൻ്റെ അടുത്ത് ഗോർ HNS ഉണ്ട്. അക്കോമാൻ എന്താ ചെയ്യുന്നത് നോക്കാം. അക്കോമാൻ അവിടെ ബാൽക്കണിയിലൊക്കെ കയറി നിൽക്കുകയാണ്. ബാൽക്കണിയിൽ നിന്ന് ഫൈറ്റിങ്ങിനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അതേമാതിരി നമ്മുടെ ഗോറിലെ വേറൊരു മെമ്പർ, നമ്മുടെ പേര് വായിക്കാൻ പറ്റാത്ത പുള്ളി അവിടെ നിൽപ്പുണ്ട്. പേര് വായിക്കാൻ പറ്റാത്ത പുള്ളി ഇതൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബാക്കി ETS മെമ്പറിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് GOCയിലേക്ക് പോകാൻ ജസ്റ്റ് ഒന്ന് GOCനെ ഒന്ന് കാണിച്ചിട്ട് വരാം. ക്രിച്ചാസ് ഏരിയസ് ആണ് GOC സ്പോട്ട് ചെയ്തേക്കുന്നത് ഇപ്രാവശ്യം. GOC മെമ്പേഴ്സ് ബ്രിട്ടോ ഏജൻറ്റ് കില്ലർ, ലിയാനോഡോ കില്ലറുകളെല്ലാം ക്രിച്ചാസ് ഏരിയയിൽ ഇപ്പോഴും നിൽക്കുന്നേ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും അപ്പോൾ നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. നമ്മുടെ ഗോറൻ മെമ്പേഴ്സിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. ഗോറൻ മെമ്പേഴ്സ് ആൻഡ് ETS മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്. അപ്പം 4-5 പേരെ ഇവിടെ കാണുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ഗോറിലെ സ്പാർട്ടനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അക്വാമാനെയൊക്കെ ഫ്രണ്ട് കാണുന്നുണ്ട്. അപ്പോൾ കയറി പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് സ്പാർട്ടനൊക്കെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ HNS ഒക്കെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുകയാണ് ഗോറിലെ ETSലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക്. ETSലെ അക്വാമാൻ അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. അക്വാമാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അക്വാമാൻ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് താഴെ ചാടിയിട്ടുണ്ട്. അക്വാമാൻ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചാടി സൈഡായിട്ടുണ്ട്. അപ്പോൾ ബാക്കി HNS മെമ്പേഴ്സ് അവിടെ നമ്മുടെ ഗോറിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗോറിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്കായിട്ട് ETS ടീം മെമ്പേഴ്സ് ഈ ചുള്ളിക്കാടൊക്കെ അവിടെ നിന്ന് വന്നു. അതേമാതിരി FX മെമ്പേഴ്സ് അവസരം കാത്തിരിക്കുകയാണ് ഒരു തേർഡ് പാർട്ടി എടുക്കാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും മെമ്പറിനെ കാണുന്നുണ്ടെങ്കിൽ അന്നേരം ഒരു തേർഡ് പാർട്ടി എടുക്കാൻ നിൽക്കുകയാണ്. ഗോറിലെ HNS അവിടെ ഓടി ചെന്നെങ്കിലും അക്വാമാൻ അവിടെ ഫയറൊന്നും കൊടുക്കാതെ പൊസിഷൻ കൊടുക്കാൻ നോക്കിയില്ല. അപ്പം പോസിഡോൺ അവിടെ നീഡൊക്കെ എറിയാൻ ശ്രമിച്ചെങ്കിലും സ്ലോട്ട് 3നെ നമുക്ക് നോക്കട്ടെ. സ്ലോട്ട് 3 ആരാ? 2നെ കണ്ടു, 25നെ കണ്ടു. സ്ലോട്ട് 3 ആരാ? നമ്മുടെ ടൈറൻസ്. യെസ് ബ്രോ, ടൈറൻസ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഡയറക്റ്റ് സ്ലോട്ട് 3 എന്ന് പറയണ്ട, ടൈറൻസ് എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. നമ്മളങ്ങ് എത്തിക്കോളാം. ടൈറൻസ് സേഫാണ്. ഇപ്പോൾ തൽക്കാലം ഡൈനോ പാർക്ക് ഏരിയയിൽ അടുത്തായിട്ട് നിൽക്കുകയാണ്. തിയോസ് ആൻഡ് ടെറർ അവരുടെ അടുത്ത്, SGN മെമ്പേഴ്സ് അവരുടെ അടുത്തുണ്ട്. പക്ഷെ ഫൈറ്റൊന്നും നടക്കുന്നില്ല. ഇവർ ഈ ഫൈറ്റൊന്നും എടുക്കാതിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടേ? നമുക്ക് ടൈറൻസിനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴത്തേക്ക് ഫൈറ്റിംഗ് ഫിനിഷ് ആവുമല്ലോ എന്നുള്ള ഇതാണ്. ടൈറൻസിലെ സ്ലെയർ, ഗോഡ് ആൻഡ് സാവേജ് മാത്രമേ ഉള്ളൂ. 3 മെമ്പേഴ്സാണ് ടൈറൻസിന് വേണ്ടി ഇന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഉള്ളവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഫ്രീലാൻസ് ഗെയിമിംഗ് ഈ സ്പോർട്സ് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് ബ്രോ ഫ്രീലാൻസ് ഗെയിമിംഗ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നത്? നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ FXലെ മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ തുടങ്ങിയിട്ട് ഗോസ്റ്റ് അവിടെ ഗോർ HNS ETS അക്വാമാനെ അവസാനം ഡൗൺ ചെയ്തിട്ടുണ്ട്. ETS മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ FXലെ മെമ്പേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ അവർ തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പാർട്ടനൊക്കെ നോക്കാം. സ്പാർട്ടനൊക്കെ അവിടെ പോസിഡോൺ അവിടെ ഡൗൺ ചെയ്തതിന് ശേഷം പോസിഡോൺ റിവൈവ് ആയിട്ടില്ല. HNS ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി HNS അവിടെ ആൽഫാനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. പോസിഡോണിനെ നോക്കാം. പോസിഡോൺ ഇപ്പോഴും റിവൈവ് ആയിട്ടില്ല. സ്പാർട്ടൻ അവിടെ വഴി ഓടി നടക്കുന്നുണ്ട്. തിയോസ് അവിടെ ടൈറൻസിലെ മെമ്പേഴ്സിനെ സ്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയോസ് ആൻഡ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ജിയൂസ് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൈറൻസിലെ അവിടെ മെമ്പേഴ്സ് നമ്മുടെ ഗോഡ് അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി സാവേജ് അവിടെ ഡൗൺ ആണ്. സാവേജ് അവിടെ വണ്ടി ഇടിച്ച് ഡൗൺ ചെയ്തായിരുന്നു സാവേജിനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് നമുക്ക് ഡാമേജ് ഒക്കെ കിട്ടി. തിയോസിലെ മെമ്പേഴ്സ് അവിടെ ക്രേറ്റോസ് അവിടെ ഡൗൺ ആണ്. ക്രേറ്റോസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തായിരുന്നു. എന്തായാലും ഹെയ്ഡീസ് ആൻഡ് ജിയൂസ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോഡിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. ഗോഡ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തിയോസിലെ ഓപ്പൺ ലോഡിക്കൊണ്ടിരിക്കുന്ന തിയോസ് ഹെയ്ഡീസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജിയൂസിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ വണ്ടിയുടെ അടുത്തോടാണ് നിൽക്കുന്നത്. വണ്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തിയോസ് ഹേഡീസിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തിയോസിലെ ഹേഡീസ് എന്തായാലും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ടെറർ SGN അവിടെ G3 ഡാർക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അടുത്ത മനോഹരമായ നേട്, ആ നേടോടുകൂടി തിയോസിലെ മെമ്പേഴ്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ടൈറൻസ് ക്ലെയറിൻ്റെ മനോഹരമായ OP നേട്, ഒരു രക്ഷയില്ലാത്ത നേടായിരുന്നു. എന്തായാലും കറക്റ്റ് ഇൻ പോയിൻ്റ് നേടെന്ന് പറയുന്നതൊക്കെ ഇതായിരുന്നു.
അപ്പോൾ നമ്മുടെ MI മെമ്പേഴ്സ് ആൻഡ് റാങ്കോ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവരുടെ ഫൈറ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. MI ആൻഡ് റാങ്കോയുടെ ഫൈറ്റ് ഒന്നിലേക്ക് പോകാം. നമുക്ക് റാങ്കോ മെമ്പേഴ്സിനെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന MI സ്കെയർക്രോനെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്കെയർക്രോയ്ക്ക് അവിടെ റാങ്കോ ബ്രാവോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് MI ആടുതോമയൊക്കെ അവിടെ നിൽക്കുന്നേ ആടുതോമ അവിടെ സോണിനുള്ളിലേക്ക് കയറി ചാർലിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ചാർലിനെ അവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും റോയൽ ഹണ്ടർ അവിടെ ഡൗൺ ആണ്. ദീപൂസിനെ നോക്കാം. ദീപൂസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. റോയൽ ഹണ്ടറിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. റോയൽ ഹണ്ടർ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ജെനസിസ് അവിടെ കയറി വരുന്നുണ്ട്. ജെനസിസ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ചാർലി അതേമാതിരി ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ചാർലി അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. റാങ്കോ ടീമിൻ്റെ അടുത്തേക്ക് പതുക്കെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റാങ്കോയിലെ ബാക്കി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സോണിന് പുറത്ത് പോയി അടിക്കാനുള്ള ശ്രമത്തിലായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ജെനസിസ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ജെനസിന് നല്ല ഡാമേജും ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ചാർലിയിലേക്ക് പോകാൻ ചാർലി അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. MI മെമ്പേഴ്സ് അവിടെ ഹീലായിട്ടുണ്ട്, കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. MI ആടുതോമ അവിടെ നിൽക്കുന്നുള്ളൂ. ആടുതോമ അവിടെ നിന്ന് ഫയറൊന്നും കൊടുത്തിട്ടില്ല, ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ഹീൽ ബാക്ക് ചെയ്യുമായിരുന്നു തോന്നുന്നു. അപ്പോൾ MI റോയൽ ഹണ്ടറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും റോയൽ ഹണ്ടറിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ആടുതോമ അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ചാർലി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ചാർലി ബാക്ക് സൈഡിൽ കൂടെ കയറി സ്കെയർക്രോനെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ചാർലിനെ അവിടെ സ്കെയർക്രോയും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനിയും ജെനസിസ് മാത്രം. ജെനസിസ് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജെനസിസ് അല്പം ദൂരെയായിരുന്നു. എന്തായാലും ജെനസിസ് അവിടെ ഓടിച്ചെല്ലാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ചാർലിയെങ്കിലും രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് കരുതി നമ്മൾ ഓടിച്ചെല്ലുകയാണ്. ജെനസിസ് അവിടെ റാങ്കോ ചാർലിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. തൊട്ടടുത്ത് നീടും കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ജെനസിസ് റൈറ്റ് സൈഡിൽ കൂടെ മനോഹരമായ ഒരു OP ഇതായിരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തൂടെ സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ചാർലി എന്തായാലും ഇപ്പോൾ പതുക്കെ നമ്മുടെ ജെനസിസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു കവറിലെത്തിയിട്ടുണ്ട്. ടയറൻസ് ഫാൻസ് ഓൺ ലൈവ്. ടയറൻസ് ഉയർന്ന് പറയുന്നുണ്ട്. എന്തായാലും ടയറൻസ് പൊളി. ആഷസ് SR നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. ഫ്രീലാൻസ് ആഷസിലെ SR ഒക്കെ ഫിനിഷ് ആയെന്ന് തോന്നുന്നു ബ്രോ. അപ്പോൾ MI ടീം അവിടെ കയറി പുഷ് ചെയ്യുന്നുണ്ട്. MI ടീമിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാങ്കോ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് MI ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റിൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും MI ടീം അവിടെ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി ഫൈറ്റുകളൊന്നും തൽക്കാലം നടക്കുന്നില്ല. ആഷസ് SR ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 കില്ലൊക്കെ എടുത്തിട്ടുണ്ട് ആഷസ് SR. എന്തായാലും നമ്മുടെ ഫിനിക്സിനെയും വാർഗോട്ടിനെയും ഒക്കെ വൈപ്പ് ചെയ്തതിന് ശേഷം ആഷസ് അവിടെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടെററിനെ ഇടയ്ക്ക് വഴിയിൽ എവിടെ വെച്ചോ അവർക്ക് നഷ്ടപ്പെട്ടു. വഴിയിൽ നിന്ന് ആരോ ടെററിനിട്ട് പണി കൊടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആഷസ് ഇപ്പോഴും അലൈവായിട്ടിരിക്കുകയാണ്. ടയറൻസ് ആൻഡ് കമോൺ ബൈസ് ലെറ്റ്സ് റോക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ടയറൻസിലെ മെമ്പേഴ്സ് ടയറൻസിലെ സാവേജിൻ്റെ നല്ല OP നെയ്ഡൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഒന്നും പറയാനില്ലാത്ത രീതിയിലുള്ള നെയ്ഡ്. സാവേജ് തന്നെ. സ്ലെയർ ഒട്ടും മോശമല്ല. സ്ലെയറിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല സ്ലെയറിൻ്റെ കാര്യം. എയർസെല്ലിന് തെഞ്ചാൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തെഞ്ചാൻ ഇപ്പോഴും ബീഹാർ ഏരിയയിൽ നിൽക്കുന്നേ ഉള്ളൂ. മൂവാത്ര റീജിയനിൽ നമുക്ക് ഇഷ്ടംമാതിരി ടീംസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ETSലെ കില്ലർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ETSലെ കില്ലർ കിങ് ആൻഡ് ബഗ് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവരിപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഗോർ ടീമിൻ്റെ തൊട്ടടുത്തുള്ള കോമ്പൗണ്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. ഗോർ ടീമിന് എന്താണ്, ഗോർ ടീമിൻ്റെ നീക്കങ്ങൾ ഒന്നുമില്ല. ഗോർ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. FXലെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുന്നില്ല. ഇവർക്ക് ഇവിടെ ഇരുന്ന് മടുപ്പ് തോന്നില്ലാവൂ. ടയറൻസിന് കട്ട സപ്പോർട്ടുമായിട്ടാണ് ഇഷ്ടംമാതിരി മെമ്പർ വന്നിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സൂരജ് രാജൻ എത്തിയിട്ടുണ്ട്. സൂരജ് രാജൻ അവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ടയറൻസ് പൊളി കട്ട പൊളി എന്നൊക്കെ പറയുന്നുണ്ട് സൂരജ് രാജൻ. ഫ്രീലാൻസ് ആഷസ് SRന് സപ്പോർട്ടുമായിട്ട് SGN ടീമിന് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടയറൻസ് ഗെയിമിംഗ് പൂൾ പൊളി എന്ന് പറയുന്നുണ്ട്. പ്രജീവ് പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രജീവ് പ്രകാശ് ഒക്കെ വെൽക്കം ടു ദി സ്ട്രീം. റിയാസ് മദിര എന്തായാലും ടയറൻസ് ഉയർ എന്ന് പറയുന്നുണ്ട്. ടയറൻസ് ഫാൻ കമോൺ ബോയ്സ് ലെറ്റ്സ് റോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് സൂരജ് രാജൻ. അതേമാതിരി തന്നെ ടയറൻസ് ഗെയിമിംഗ് പോൾ ടയറൻസ് പോളി എന്ന് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാറ്റ് ടീമിൻ്റെ അടുത്ത് നമ്മുടെ മെമ്പേഴ്സിനെ കാണാൻ കഴിയുന്നു. മാറ്റ് ടീം അവിടെ ഫൈറ്റിംഗ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ടെററിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് ആകാൻ ചാൻസ് ഉണ്ട്. മാറ്റ് ടീമിലെ മെമ്പേഴ്സ് മാഡിലെ വിക്കിൻ്റെ അടുത്തേക്ക് ടെറർ മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. പിക്കാസു മാഡൊക്കെ എവിടെയെങ്കിലും ഒന്ന് വണ്ടിയൊക്കെ പൊട്ടിച്ച് അവിടെ കയറി ചെന്നാണ്. അപ്പോൾ സൈക്കോ മാഡൊക്കെ അവിടെ നിൽക്കുകയാണ്. ഫൈറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല. 3 മെമ്പേഴ്സ് മാഡിലെ 3 മെമ്പേഴ്സിനെ കാണാൻ. മാഡ് ടോർക്ക് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോർക്ക് വ്യത്യസ്തമായ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി ടെറർ ടീം വേഴ്സ് മാഡാണ് ഇപ്പം അറ്റ് പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസിങ് ചെയ്ത് നോക്കാം. ആരെ ആദ്യം തീർക്കുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ടെറർ ഫേസിൻ്റെ അടുത്തേക്ക് ഒരു നെയ്ഡ് എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാഡിലെ വിക്ക്. അപ്പം എന്താണ് നെയ്ഡ് പോയിട്ടില്ല, മോളിയാന്ന് തോന്നുന്നു. ട്രോബിൾസ് വെച്ച് എറിഞ്ഞ് കളിക്കുക നമ്മുടെ മാഡിലെ മെമ്പേഴ്സ്. വീണ്ടും പുല്ല്. ഇപ്പോൾ സൈക്കോ മാഡിന് അത്യാവശ്യം നല്ല ഡാമേജ് നിൽപ്പുണ്ട്. ഫ്രീലാൻസ് ഗെയിമിംഗ് SGN OP എന്ന് പറയുന്നുണ്ട്. എന്തായാലും MI ടീമും തൊട്ടടുത്ത കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അപ്പം നീഡുകളൊക്കെ പറക്കി ഇഷ്ടംമാതിരിയാണ് പറയുന്നത്. ഇഷ്ടംമാതിരി സ്റ്റോക്കായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ടെറർ ടീം അവിടെ തുരാ നീഡുകളും മോളികളും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഷസ് SR FXലെ ഗോസ്റ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഷസ് SR വീണ്ടും വന്ന കില്ലിംഗ് സ്പ്രീ 9ാമത്തെ കില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആഷസ് SR FXലെ ആൽഫനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസ് SRൻ്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണെന്ന് തോന്നുന്നു. എവിടെ ആഷസ് SRനെ പോകാൻ നോക്കുകയാണെങ്കിൽ 2 മെമ്പർ FXലെ 2
2 മെമ്പേഴ്സിനെയാണ് അവിടെ സ്പോട്ട് ചെയ്ത് ആഷസ് സാർ ഡൗൺ ചെയ്തേക്കുന്നത്. ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കയറി ചെല്ലുന്നു. നമ്മുടെ എഫക്സിലെ ജോക്കറിനെ കൂടെ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ തീർന്നു മോനെ, തീർന്നു. എഫക്സ് ടീം അവിടെ തീർന്നു. അതപ്പോൾ ഗോസ്റ്റിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് ആഷസ് എസ് ആർ അവിടെ കയറി ചെല്ലുന്നു. ഗോസ്റ്റിനെ അവിടെ സ്പോട്ട് ചെയ്തു. ഗോസ്റ്റിനെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗോസ്റ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗോസ്റ്റ് അവിടെ തീർന്നു. അതേമാതിരി തന്നെ സൈക്കോ മാഡ് അവിടെ ടെററിലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്ന. എഫക്സിലെ ജോക്കർ അവിടെ ഇരിപ്പുണ്ട്. ആൽഫ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ക്ലിയർ ആവുന്നതോടുകൂടി ഫിനിഷ് ആകും. അപ്പം മാഡ് ടീം മെമ്പേഴ്സ് അവിടെ ഫയർ എടുക്കുന്നുണ്ട്. മാഡ് ജോക്കറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോക്കറിൻ്റെ അടുത്തേക്കുള്ള ക്ലച്ച് വിജയിക്കുമെന്ന് അറിയത്തില്ല. ആശാൻ ഗണ്ണൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെററിൽ ജോക്കറിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ജോക്കർ കയറി വന്ന് ഫയർ കൊടുക്കുന്നു. ജോക്കറിനെ ഇൻസ്റ്റൻ്റായിട്ട് ചോദിക്കുക, എൻ്റെ മോനെ 11 കില്ലോട് കൂടി ആഷസ് എസ് ആർ ഒറ്റയ്ക്ക് ഒരു രക്ഷയില്ല. 11 കില്ല് ആഷസ് എസ് ആർ ഒറ്റയ്ക്ക്. ടീം കിൽ മൊത്തം 14, ഒരു രക്ഷയില്ല. മാഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകാം. മാഡ് ടീം അവിടെ എന്തായാലും ടെറർ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു സിംഗിൾ ക്ലച്ച് കാണാൻ ചെന്നതാണ്. ടെററിലെ മെമ്പേഴ്സ് തന്നെ കൊല്ലുമല്ലോ എന്തായാലും. അപ്പോൾ എന്തായാലും സോറി ഗൈസ്. അപ്പം മാഡിലെ മെമ്പേഴ്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. MI ടീം മെമ്പേഴ്സ് അവിടെ നിന്ന് സ്പ്രെഡാണ്. അവർ സോണിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ നമ്മുടെ മാഡിലെ ടോർക്ക് ഇപ്പോൾ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. ടോർക്ക് ഇതൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ടോർക്ക് ഇതൊക്കെ സ്പോട്ട് ചെയ്ത് MI ടീമിനെതിരെ ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. MI റോയൽ ഹണ്ടറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോയൽ ഹണ്ടറിന് വലിയ ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. ആ സ്പ്രേ എന്തായാലും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ മാഡിലെ ടോർക്ക് കിടന്നങ്ങ് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിടന്ന് സ്പോട്ട് ചെയ്ത് ഫയറിംഗ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ആരെയും കിട്ടുന്നില്ല, കൺമുന്നിൽ കാണുന്നില്ല. ബാക്കി മെമ്പേഴ്സ് എല്ലാം പോകുന്ന 1 മാൻ ആർമി എന്ന് പറയുന്നുണ്ട്. SGN നോക്കിക്കേ, എന്തായാലും SGN നോക്കുന്ന ബ്രോ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു നമ്മുടെ ആഷസ് എസ് ആർ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ MIലെ മെമ്പേഴ്സും ഇതിനെതിരെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാഡിലെ മെമ്പേഴ്സ് അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ടീമുകൾ മാത്രമേ ബാലൻസ് ഉള്ളൂ. 29 മെമ്പേഴ്സ്. അടുത്ത സോൺ ചുരുങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നെതിരെ ആഷസിലെ ആഷസ് എസ് ആർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നേരെ കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ഇനി നേരെ ഗോർ ടീമിനെതിരെ കയറി പുഷ് ചെയ്യാനുള്ള ശ്രമമൊന്നും അറിയത്തില്ല. അവിടെ ഹീലൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. എസ്ആറിൻ്റെ അടുത്ത് ETSലെ മെമ്പേഴ്സ് ഉണ്ട്, ഗോറിലെ മെമ്പേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് ചുള്ളൻ ചക്കൻ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴിയുടെ പടമൊക്കെ വെച്ചുള്ള പാനൊക്കെ വെച്ച്. അപ്പോൾ ASNലെ തെഞ്ചാനെ അവിടെ കാണുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ കുറച്ച് കാണുന്നത്? എന്താണാവോ? 55 നമ്മുടെ ഫ്രെയിം റേറ്റ് ഒക്കെ കണ്ട് നല്ല രീതിയിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പ്രജീവ് പ്രകാശ് എന്തായാലും ആഷസ് നൈറ്റ്സ് ക്ലച്ച് എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു ക്ലച്ച് എടുക്കാൻ ചാൻസ് ഉണ്ട് മോനെ. ആഷസിലെ മെമ്പർ എന്തായാലും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി മെമ്പേഴ്സിനെല്ലാം സോണി കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടയറൻസിൻ്റെ അടുത്തേക്കാണ് കയറി ഇരിക്കുന്നതെന്ന് തോന്നുന്നു MI ടീം. ടയറൻസിലെ മെമ്പേഴ്സ് അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. തൊട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ട് മാഡിലെ ടോർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. മാഡ് ടോർക്ക് അവിടെ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയേക്കുന്നത് അവരെന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടയറൻസിലെ സാവേജ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സാവേജ് അവിടെ കയറി ചെല്ലുമോ എന്നുള്ള അറിയത്തില്ല. മാഡിലെ ബാക്കി മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോർക്ക് ഇതൊന്നും ടയറൻസ് ഇവിടെ നിൽക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. മാഡിലെ ടോർക്ക് എന്തായാലും ടോർക്ക് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ടോർക്കിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മുടെ ETS നമ്മുടെ GOC ആയിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ അവസാനം GOC മെമ്പർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ETS ആൻഡ് ഗോർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടന്നു. ASN മെമ്പേഴ്സ് അവിടെ ഫയർ എടുക്കുന്നുണ്ടായിരുന്നു. ഗോറിൻ്റെ ഫൈറ്റിലേക്ക് പോകാം നമുക്ക്. എന്തായാലും ഗോറിലെ മെമ്പേഴ്സ് പോസ്റ്റഡൗണൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ GOC മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. GOC കില്ലറുകൾ മാത്രമേ ഉള്ളൂ. അല്ല, GOCയുടെ ബാക്കി മെമ്പേഴ്സും ഉണ്ട്. ഏജൻറ്റ് കില്ലർ ലിയനാർഡോ മാത്രം GOCക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗോറിലെ മെമ്പേഴ്സ് ആൻഡ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. സ്പാർട്ടൻ ഇപ്പോഴും ഡൗൺ ആണ്. ആഷസ് സാർ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊന്ന് തേർഡ് പാർട്ടി എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ആഷസ് ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല, കയറി ചെല്ലുകയാണ്. ഫുൾ ഓൺ ഫൈറ്റ് ഓൺ ആണ്. ഒരു രക്ഷയില്ല. അവിടെ നിൽക്കുന്ന ടീം മെമ്പേഴ്സിനെ ഓരോന്ന് സ്പോട്ട് ചെയ്ത് അടുത്ത 3 മെമ്പേഴ്സിനെ കൂടെ ഫിനിഷ് ചെയ്തേക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ആഷസിൻ്റെ ക്ലച്ച്. 14 കില്ല്. എൻ്റെ മോനെ മൊത്തം ഒരു രക്ഷയില്ല. ആഷസ് സാറിൻ്റെ മനോഹരമായ കില്ല്. നമുക്കൊന്നും മിസ്സായിട്ടില്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ആഷസിന് അടുത്ത മെമ്പേഴ്സിനെ കിട്ടണമെങ്കിൽ സോണിൻ്റെ അങ്ങേ മൂലയ്ക്ക് പോകണം. എന്തായാലും ഷമ്മി ഹീറോയെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഷമ്മി ഹീറോയെ അവിടെ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ സോണിൽ കയറിയിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ടയറൻസിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ തോന്നി. NST മെമ്പേഴ്സ് അവിടെ എക്സിക്യൂട്ടീവ് ഒപ്പീനെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. മാഡ് ടോർക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. MI ടീം അവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. MI ടീമുമായിട്ട് മാഡ് ടീമിൻ്റെ കൊമ്പ് വർക്കൽ തീർന്നിട്ടില്ല. മാഡ് ടോർക്ക് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. MI റോയൽ ഹണ്ടറിനൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൻസ് ടീമിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ടയറൻസിലെ മെമ്പേഴ്സിൻ്റെ നീക്കം എന്താണെന്ന് നോക്കാം. ടയറൻസിലെ മെമ്പേഴ്സിൻ്റെ നീക്കം സാവേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാവേജ് ഒക്കെ വണ്ടി പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ബാക്കി മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ടയറൻസ് സ്ലെയറൊക്കെ അവിടെ ഡൗൺ ആണ്. സ്ലെയറിനെ അവിടെ MI ദീപൂസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗോഡ് ഇപ്പോഴും അവിടെ ഒക്കെ കയറി ചെല്ലുന്നുണ്ട്. ഗോഡ് ആൻഡ് സാവേജ് അവിടെ കയറി ചെല്ലുന്നു. സാവേജ് അവിടെ ഫയർ കൊടുത്തു. സ്ലെയറിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. എന്തായാലും സ്ലെയറിനെ അവിടെ റിവൈവ് ചെയ്ത് ശ്രമിക്കുന്നുണ്ട് മാക്സിമം. ബാക്കിൽ കൂടെ ഫൈറ്റ് വരാതെ ഗോഡ് അവിടെ നല്ലൊരു കവറാണ് വെക്കുന്നത്. MIലെ സ്കെയർക്രോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NST പ്രിൻസ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മാഡ് ടോർക്ക് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം അതേമാതിരി ഗോഡ് അവിടെ സ്കെയർക്രോനെ ഓരോന്നോരോ മെമ്പേഴ്സിനെ ആയിട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആശാൻ റിവൈവ് ആയിട്ടുണ്ട്. നമ്മുടെ സ്ലെയർ എന്തായാലും അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ ടീം നമ്പർ 11 ഗാസ്ട്രോ അവർ നമ്മുടെ BR ടീമൊക്കെ എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ MI ടീം അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി ആഷസ് സാറിനൊക്കെ ഇനി സോണി വരണമെങ്കിൽ ഒരു രക്ഷയില്ല, മോനെ തിരിച്ചെത്തണം. MI ആടുതോമ ടൈറൻസിലെ സ്ലെയറിനെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്. MI ആടുതോമനെ നോക്കാം, ആടുതോമനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം സാവേജ് അവിടെ തിരിച്ച് തന്നെ പണി കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് ടൈറൻസിലെ ഗോഡുണ്ട്, ഗോഡിന് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. MI ദീവൂസ് ആണെന്ന് തോന്നുന്നു അവിടുന്ന് ഫയർ കൊടുക്കുക. റോയൽ ഹണ്ടർ ആണെന്ന് നോക്കാം, റോയൽ ഹണ്ടർ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MI ദീവൂസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ടൈറൻസിലെ ഗോഡിൻ്റെ അടുത്തേക്ക് സ്കെയർപ്രോ ആൻഡ് റോയൽ ഹണ്ടർ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഗോഡിന് സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. ടൈറൻസിലെ സാവേജിനെ വീണ്ടും അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടൈറൻസ് ഗോഡിൻ്റെ അടുത്തേക്ക് അടുത്ത ബാക്കി സ്ലെയറിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. MI ടീം മെമ്പേഴ്സ് ടൈറൻസിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്കെയർപ്രോനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാഡിലെ ടോർക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും എത്ര ടീമുണ്ട് ഫ്രീലാൻസ് ഗെയിമിംഗ് ചോദിക്കുന്നുണ്ട്. 5 ടീമുകളിലായിട്ട് 11 മെമ്പേഴ്സാണ് ലൈവായിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ GOC ബ്രിട്ടോ ഷമ്മി ഹീറോയിനെയൊക്കെ അടി വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് GOC മെമ്പേഴ്സിൻ്റെ അടുത്ത് നോക്കാം. GOC ഏജൻറ്റ് കില്ലറൊക്കെ എത്തുന്നുണ്ട്. BRD ഒക്കെ പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. BRD പൊട്ടിക്കാൻ GOC ഏജൻറ്റ് കില്ലറിനൊക്കെ സാധിക്കും. നമ്മുടെ ബൈസൺ BP വെച്ചൊക്കെയാണ് ഫയർ കൊടുക്കുന്നത്. എന്തായാലും നടക്കുമെന്ന് അറിയത്തില്ല. ബ്രിട്ടോ ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് ഇനി സോണിൽ പോകേണ്ടതായിട്ടുണ്ട് GOC ടീം മെമ്പേഴ്സിന്. അപ്പോൾ അവർ ആഷസ് SR തൊട്ടടുത്ത് കയറി വരുന്നുണ്ട്. ആഷസ് SR ഇതെല്ലാം കണ്ട് ഓടി വരുന്നുണ്ട്. GOC ടീമിൻ്റെ അടുത്താണ്, ടീം നമ്പർ 11ൻ്റെ അടുത്താണ് ചെല്ലുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആശാൻ്റെ M4 വെച്ചുള്ള സ്പ്രേ കാണാൻ സാധിക്കും വണ്ടിയിൽ. അപ്പോൾ വണ്ടി എടുത്ത് GOC മെമ്പേഴ്സ് അവിടുന്ന് പോയിട്ടുണ്ട്. SR ഒറ്റയ്ക്ക് കയറി ക്ലച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീം ഗാസ്ട്രോ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. GOC ടീം അവിടെ കയറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ബോൾട്ട് അവിടെ എടുത്തിട്ടുണ്ട്. നേരെ ഏജൻറ്റ് കില്ലറിൻ്റെ അടുത്തേക്ക് വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആഷസിന് നോക്കാം. ആഷസ് അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നടക്കുമെന്ന് പറയുക. GOC ടീം മെമ്പേഴ്സ് അവിടെ GOC ബ്രിട്ടോയ്ക്കൊക്കെ അവിടെ നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ദൂരം എന്തിന് പോയി നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തായാലും ബ്രിട്ടോനെ അവിടെ നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാർ 98 വെച്ചുള്ള മനോഹരമായ ഷോട്ടുകൾ. ആഷസ് SRനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. SR സ്പോട്ടഡ് ദയർ. അപ്പം നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ നിന്ന് എന്തായാലും പോകുന്നുണ്ട്. ആഷസിനെ നോക്കാം. ആഷസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. GOCയിലെ 2 മെമ്പേഴ്സ് ഡൗൺ ആണെന്ന്. അടുത്ത 3 മെമ്പേഴ്സിനെ ക്ലച്ച് എടുത്തിട്ടുണ്ട്. അടുത്ത 3 മെമ്പേഴ്സിനെ കൊന്നിട്ടുണ്ടെന്ന് തോന്നുന്നു GOC. എന്തായാലും ഒരു രക്ഷയില്ല മോനെ. ആഷസ് സാറിൻ്റെ അടുത്ത 19 കില്ലായിട്ടുണ്ട്. 16 കില്ലോട് കൂടി ആഷസ് ടൈറൻസ് ഉയർ എന്ന് പറയുന്നുണ്ട് സുരാജ് രാജൻ. എന്തായാലും വീണ്ടും ആഷസ് സാറിൻ്റെ പ്രകടനം 19 കില്ലോ. രക്ഷയില്ല ഈ ചെറുക്കനെ കൊണ്ട്. എന്തായാലും BRD ഒക്കെ എടുത്ത് ഗാസ്ട്രോ ആൻഡ് നെക്സ്റ്റ് ബോൾട്ട് പോയി ചെന്നിട്ടുണ്ട്. MIയിലെ ആടുതോമേനെയൊക്കെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നു. MIയിലേക്ക് വേണ്ടി ആടുതോമ മാത്രം ശേഷിക്കുന്നു. നെക്സ്റ്റ് ബോൾട്ടൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ BRD ഒക്കെ എടുത്ത് വെച്ച് അവിടെ നേരെ ചെന്നിട്ടുണ്ട്. അപ്പം ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ 1 മാൻ ആർമി തന്നെ എന്ന് പറയാം. ആഷസിലെ മെമ്പർ ആഷസ് ഒറ്റയ്ക്ക് കയറി ചെന്നിട്ട് ഇനി മാഡിലെ മെമ്പേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ MI ടീമുണ്ട്. നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ BRD ഒക്കെ വെച്ച് ഓടിച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു MI ആടുതോമേനെ കാണാൻ 5 പേരാണ് ലൈവ് ഉള്ളത്. അപ്പോൾ 5 പേര്. മാഡിലെ ടോർക്ക് മാത്രമേ ഇനി ലൈവ്. MIക്ക് വേണ്ടി ആടുതോമ, ടീം നമ്പർ 11ന് വേണ്ടി ഗാസ്ട്രോ ആൻഡ് നെക്സ്റ്റ് ബോൾട്ട് പോയി. അതിൽ ഏറ്റവും പേടിക്കാനുള്ളത് ഇപ്പോൾ ആഷസ് SR എന്ന് പറഞ്ഞാൽ ടൈറൻസ് നൈസ് ഗെയിം എന്ന് പറയുന്നുണ്ട്. പുളി കട്ടപ്പുളി. എന്തായാലും മനോഹരമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത രീതിയായിരുന്നു നമ്മുടെ മാഡിലെ ടോർക്ക്. ആഷസ് SR ഒന്നും പറയാനില്ല. അപ്പോൾ ഒറ്റയ്ക്കുള്ള ക്ലച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെ. ഇന്ന് അവന് ക്ലാനിൽ കയറി ചെല്ലുമ്പോൾ ഒരു രക്ഷയുണ്ടാകത്തില്ല. സ്വാഗതമായിരിക്കും, സ്വാഗതത്തോട് സ്വാഗതമായിരിക്കും. നോ ഇഷ്യൂ ഗൈസ്. ടൈറൻസ് പൊളി എന്ന് പറയുന്നുണ്ട്. ടൈറൻസ് പൊളി, യെസ് ഓഫ് കോഴ്സ് ടൈറൻസ് പൊളിയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ നമ്മുടെ ചെറുക്കൻ കട്ടപ്പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആഷസ് അവിടെ നിൽക്കുന്നുള്ളത്. തൊട്ടടുത്ത് നീഡുകളൊക്കെ എടുത്ത് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് നീഡ് വന്ന് വീണിട്ടുണ്ട്. ഗാസ്ട്രോയിലൊക്കെ അടുത്തായിട്ട്. പക്ഷേ എന്തായാലും ഡാമേജ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. സ്മോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. സ്മോക്കൊക്കെ ഇട്ട് കയറി വന്നിട്ടുണ്ട്. ചെറുക്കൻ അവിടെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഗാസ്ട്രോ ഒക്കെ ഓടി നടക്കുന്നു. തൊട്ട് ആഷസ് എന്തായാലും അപ്പുറത്തോട്ട് കയറി ചെല്ലുന്നുണ്ട്. അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മെമ്പറിനെ ഫയർ കൊടുത്തു. അവിടെ നിന്നു. നമ്മുടെ ഗാസ്ട്രോ എന്തായാലും ഡൗൺ ആയിട്ടില്ല. അപ്പം ഗാസ്ട്രോ ആൻഡ് നെക്സ്ട്രോ പോയി അടുത്ത നീഡ് എടുത്തെറിയാൻ ശ്രമത്തിലായിരിക്കും. അപ്പോൾ അടുത്ത സ്മോക്ക് എടുത്തിട്ടുണ്ട്. MIയിലെ ആടുതോമ അവിടെ ഓടി വരുന്നുണ്ട്. മാഡിലെ ടോർക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് നീഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് പൊസിഷൻ മാറിയിട്ടുണ്ട് നമ്മുടെ മെമ്പർ. എന്തായാലും ഗാസ്ട്രോ അവിടെ ഓടി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് ആശാനകത്ത് കയറിയിട്ടുണ്ട്. ഗാസ്ട്രോനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഗാസ്ട്രോ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫയർ കൊടുക്കാൻ റെഡിയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആശാനെ കാണുവാണെങ്കിൽ ഫയർ കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. ഒരു രക്ഷയില്ല. ഗാസ്ട്രോനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗാസ്ട്രോ അവിടെ പതുക്കെ ഒതുങ്ങി നിൽക്കുകയാണ്. നെക്സ്റ്റ് ബോൾട്ട് ബേബിയൊക്കെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. എന്താകും സീനെന്ന് അറിയത്തില്ല. ഗാസ്ട്രോ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാമേജ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എവിടെയാണ് സ്പോട്ട് എന്നവർ എന്തായാലും അടുത്ത മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസിലെ SR നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് ബോൾട്ട് ബേബിക്ക് അടുത്തേക്ക് ബേബി അവിടെ സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലുമ്പോൾ ആഷസ് SR അവിടെ ഓടി വരികയാണ്. അപ്പോൾ സ്മോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആശാൻ വണ്ടി ഇത് കഥയൊക്കെ തുറന്ന് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ് ബോൾട്ട് ബേബി അവിടെ നിൽക്കുന്നേ ഉള്ളൂ.
അപ്പം ബാക്കിൽ കൂടെ നമ്മുടെ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ആശാൻ എവിടെ എന്തെന്ന് ഗ്യാസ്ട്രോ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഗ്യാസ്ട്രോ ഇപ്പോഴും അവിടെ കവറിൽ നിൽക്കുന്നേ ഉള്ളൂ. SR അവിടെ നിൽക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ബോൾട്ട് ബേബിക്ക് അടുത്തേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നുണ്ട്. അടുത്ത സ്മോക്കിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഡാമേജ് കൊടുക്കാൻ സാധിച്ചു SRന്. SR അവിടെ നെക്സ്റ്റ് ബോൾട്ട് ബേബിക്ക് അടുത്തേക്ക് ബേബി അവിടെ ചാടിയിട്ടുണ്ട്. ബേബിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്തു. അടുത്ത 21 കില്ലിലേക്ക് കടന്നിരിക്കുക ആണ് ടീം മൊത്തം. 18 കില്ലോട് കൂടി നമ്മുടെ SR ഒറ്റയ്ക്ക്. ഒരു രക്ഷയില്ല മോനെ, പൊളി കട്ടപ്പൊളി. അപ്പോൾ ഇനി 3 ടീമുകൾ മാത്രമേ 3 മെമ്പേഴ്സ് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ MAയിൽ ആട് തോമയുണ്ട്, അവിടെ മാഡിലെ ടോർക്കുണ്ട്. SRന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ആരായിരിക്കും ഈ 1v1 ക്ലച്ച് എടുക്കാൻ പോകുന്നത്? ഒരു രക്ഷയില്ല. ഇപ്പോൾ ഫ്രീലാൻസ് ഗെയിമിംഗ് മാത്രം അവിടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുമ്പോൾ മാഡിലെ ടോർക്ക് അവിടെ ആഷസിലെ SRനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേമാതിരി തന്നെ ആഷസ് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആട് തോമ ഇതെല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആട് തോമ പതുക്കെ ബാക്കിൽ കൂടെ കയറി വരുന്നുള്ളൂ. SR ഇപ്പോഴും അവിടെ സ്മോക്കൊക്കെ ഇട്ട് കയറി നടക്കുകയാണ്, കയറി ചെല്ലുകയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുറകിൽ കൂടെ ആട് തോമ വരുന്നത് കാണുമോ ഇല്ലയോ എന്നറിയത്തില്ല. സോണിനുള്ളിൽ പോകാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ടോർക്കിനെ അവിടെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ആശാൻ ഇപ്പോഴും അവിടെ സ്മോക്കുകളുടെ വലയും തീർത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആട് തോമ ബാക്കിൽ കൂടെ പതുക്കെ ഓടി വലിയുന്നുണ്ട്. സ്മോക്കുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കയറി ചെല്ലുകയാണ്. നമുക്ക് ഒരു നിമിഷം നഷ്ടപ്പെട്ട ഓട്ടം തന്നെ മിസ്സാവും. കുറേ കൂടെ ആട് തോമ കയറി ചെല്ലുന്നു. മാഡിലെ ടോർക്ക് പതുക്കെ കയറി വരുന്നു. ആഷസ് SR അവിടെ നിൽക്കുന്നു. ഒരു രക്ഷയില്ല മോനെ. അപ്പം ആട് തോമ വരുന്ന സൗണ്ട് അവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് കയറി ചെല്ലുകയാണ്. അപ്പോൾ ആട് തോമയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആട് തോമയായിട്ടുള്ള ഒരു ഫയറിങ് 1v1 ആര് ജയിക്കും? ആട് തോമ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്ന ഒരു ക്രൗച്ച് ഡൗൺ ഷോട്ടിലൂടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. മാഡിലെ ടോർക്ക് ഇനിയും ആഷസ് SR മാത്രം 19 കില്ലോട് കൂടി ആഷസ്. ഒരു രക്ഷയില്ല എൻ്റെ മോനെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ആഷസ്. ഇനി ആരുണ്ട്, ഇനിയുള്ള അംഗത്തിന് ആരെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആഷസ്. അടുത്ത 20ാമത്തെ കില്ലാകുമോ? 20 കിൽ ചിക്കൻ ഡിന്നർ ഫോർ ആഷസ് SR ആണോ, അതോ മൊത്തം ടീം കില്ല് നമുക്ക് നോക്കാം. ടീം കില്ല് നോക്കുകയാണെങ്കിൽ 22 ഇപ്പം അറ്റ് പ്രസൻറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ മാഡിലെ ടോർക്കിനെ സ്പോട്ട് ചെയ്യാൻ ടോർക്കിന് അവിടെ സോണിൽ പോകേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് സോണിലേക്ക് നോക്കാം. ഇല്ല, ടോർക്ക് അവിടെ എഡ്ജ് സെൻറ്റർ ഓഫ് ദ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആഷസിനാണ് സോണിലേക്ക് കയറേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്മോക്കുകളെല്ലാം തീർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആഷസ്. അപ്പം തൊട്ടടുത്ത് തന്നെ ഓപ്പണിൽ പെട്ടിരിക്കുകയാണ് ആഷസ്. എന്തായാലും ഇപ്പം ആരാദ്യം സ്പോട്ട് ചെയ്യുന്നു, അതോ ഹീൽ ബാറ്റിലാണോ എന്നറിയത്തില്ല. നോക്കാം. 3 എൻ്റെ മോനെ ജസ്റ്റ് സോണിൻ്റെ എഡ്ജ് നിൽക്കുകയാണ്. മാഡിലെ ടോർക്ക് ഓരോ സിംഗിൾ മൂവ്മെൻറ്റ് കൊടുത്ത് ആഷസ് SRൻ്റെ വേറെ കൊണ്ടിരുന്ന ടോർക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫയർ കൊടുത്തു. ഡാമേജ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും പീക്ക് ചെയ്യുന്ന അനുസരിച്ച് അവിടെ ഫയറിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ടോർക്കിൻ്റെ അവിടെ എന്തായാലും പ്രയോഗം എന്നറിയത്തില്ല. ടോർക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടോർക്ക് അവിടെ എപ്പോൾ ഫയർ കൊടുക്കുമെന്ന് അറിയത്തില്ല. ടോർക്ക് അവിടെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആര് ഫസ്റ്റ് ഫയർ എടുക്കുന്നോ അവർക്ക് കൊടുക്കാം. ടോർക്കിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SRൻ്റെ മനോഹരമായ OP ക്ലച്ച് 20 കിൽ SRന് ഒറ്റയ്ക്ക് ചിക്കൻ ഡിന്നർ. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, ഇവൻ പ്രാന്തനാണ് കേട്ടോ. അപ്പം ടീം SGN അവിടെ 23 കില്ലോട് കൂടി ചിക്കൻ ഡിന്നർ എടുത്തപ്പോൾ ആഷസ് SR ഒറ്റയ്ക്ക് 20 കില്ലെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ മാഡിലെ മെമ്പേഴ്സ് അവിടെ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ മാഡ് പിക്കാസോ ഒക്കെ 3 കില്ലെടുത്ത് മൊത്തം സൈക്കോ മാഡ് 1 കില്ലോട് കൂടി മാഡിലെ ടോർക്ക് അവിടെ ക്ലച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും 2ാം സ്ഥാനത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. അതേമാതിരി MI ടീം അവിടെ 3ാം സ്ഥാനത്തും സ്കെയർക്രോ അവിടെ 3ാം സ്ഥാനം വരെ എത്തിച്ചിട്ടുണ്ട്. അവരെ നെക്സ്റ്റ് ബോൾട്ട് ആൻഡ് ഗ്യാസ്ട്രോ അവിടെ 4ാം സ്ഥാനത്തും GOC മെമ്പേഴ്സ് 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്ത് NSG 7ാം സ്ഥാനത്ത് ടൈറൻസ് ഗോർ ടീം 8ാം സ്ഥാനം 9ാം സ്ഥാനത്ത് ASN 10ാം സ്ഥാനം ETS ടെറർ ടീം 11ാം സ്ഥാനം FX മെമ്പേഴ്സ് 12ാം സ്ഥാനം റാങ്കോ ടീം 13ാം സ്ഥാനം 14ാം സ്ഥാനം നമ്മുടെ G3 ടീം തിയോസ് ക്രേറ്റോസ് അവിടെ 15ാം സ്ഥാനം ഡെഡ്ലി 16ാം സ്ഥാനം 17ാം സ്ഥാനം ഫിനിക്സ് വാർഗോഡ് 18ാം സ്ഥാനത്ത് എലിമിനേറ്റ് എഴുതി ഇറങ്ങിയിട്ടുണ്ട്. ഗുഡ് ഗെയിം SGN എന്നൊക്കെ പറഞ്ഞിട്ട് ആഷസ് SR OP ഇൻ ദ ചാറ്റ് ഗൈസ്. അപ്പോൾ ആഷസിന് നല്ല സപ്പോർട്ടും പൊളി സപ്പോർട്ടും അതോടൊപ്പം തന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നോട്ടീസ് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ലൈറ്റ് റൂമാണ് ഇപ്പോൾ ഇനി അടുത്ത 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള നോർത്ത് ഇന്ത്യയിൽ എന്നുള്ള ടോട്ടൽ ഇന്ത്യയിലൊട്ടാകാൻ തന്നെയുള്ള ബെസ്റ്റ് ക്ലയൻസ് തമ്മിൽ പോരാടുന്ന ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് റൂമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പ്രൈസ് പൂളോട് കൂടി. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് അതിന് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ട് ഒരു റോയൽ പാസ്. 10 റോയൽ പാസ്സാണ് KG കൊടുക്കുന്നത്. KGയുടെ നമ്മുടെ ഒഫീഷ്യൽ ചാനൽ കേരള ഗെയിമിംഗ് അലയൻസിൻ്റെ ഒഫീഷ്യൽ ചാനൽസ് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ KGയുടെ ഇൻസ്റ്റാഗ്രാം ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ PubG ID ചേർത്ത് ടാഗ് ചെയ്യുക അവരെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നിങ്ങൾക്ക് നേടാനൊരു അവസരമുണ്ട് ഒരു റോയൽ പാസ് സീസൺ 13.
still deadly won the league for 3 weeks in a row. Okay, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത മാച്ചിലേക്ക് കാണുന്നവരെ